അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. രണ്ടാമത്തെ സെമസ്റ്ററിൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ സൂറത്തുൽ മാഇദയിലെ 49-ാമത്തെ ആയത്തിൻ്റെ തഫ്സീറാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യാനിരിക്കുന്നത്. സൂറത്തുൽ മാഇദ യഹൂദികൾക്കെതിരെ സ്വീകരിക്കേണ്ട സമീപനത്തിൻ്റെയും പ്രത്യയശാസ്ത്രത്തിൻ്റെയും പ്രമേയമാണ് എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാം. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ ആയത്തിലും നമ്മൾക്ക് കാണാനാവുന്നത്. അള്ളാഹു പരിശുദ്ധ റസൂലിനോട് പറയുന്നത്, അള്ളാഹു നിങ്ങൾക്കിറക്കി തന്നതിനനുസരിച്ച് വിധിവിലക്കുകൾ നടത്തുക. ഒരിക്കലും യഹൂദികൾ പറയുന്നതിനനുസരിച്ച് നിങ്ങളുടെ മനസ്സ് ചാഞ്ചല്യപ്പെടാതിരിക്കുക. അവർ നിങ്ങളെ പല വിധേന പല രൂപത്തിൽ രീതിയിൽ പിഴപ്പിക്കാൻ ശ്രമിക്കും. അവിടെയെല്ലാം നിങ്ങൾ അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചതെന്തോ അതിനെ മുറുകെ പിടിക്കുക. ഇതാണ് ഈ ആയത്തിൻ്റെയും സാരം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅനിഹ്കും ബൈനഹും ബിമാ അൻസലല്ലാഹ് വലാ തത്തബി അഹ്വാഅഹും വഹ്ദർഹും അൻ യഫ്തിനൂക അൻ ബഅദി മാ അൻസലല്ലാഹു ഇലൈക ഫഇൻ തവല്ലൗ ഫഅലം അന്നമാ യുരീദുല്ലാഹു അൻ യുസീബഹും ബിബഅദി ദുനൂബിഹിം വഇന്ന കസീറൻ മിനൻ നാസി ലഫാസിഖൂൻ. തൊട്ട് മുമ്പത്തെ ആയത്തിൻ്റെ തുടർച്ചയായാണ് പറയുന്നത് വഅനിഹ്കും ബൈനഹും ബിമാ അൻസലല്ലാഹ്. തൊട്ട് മുമ്പത്തെ ആയത്തിൽ പറയുന്നത് വഅൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് എന്നാണ്. അള്ളാഹു നിങ്ങൾക്ക് സത്യസന്ധമായി കിതാബിനെ അവതീർണമാക്കി തന്നിരിക്കുന്നു. പിന്നെ എന്തും വഅനിഹ്കും ബൈനഹും, അവർക്കിടയിൽ നിങ്ങൾ വിധിവിലക്കുകൾ നടത്തണമെന്നും നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. എന്തുവഴി? ബിമാ അൻസലല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് ഇറക്കി തന്നതിനനുസരിച്ച്. വലാ തത്തബി അഹ്വാഅഹും, അവരുടെ ദേഹേച്ഛകളെ നിങ്ങൾ പിന്തുടരാതിരിക്കുക, യഹൂദികളുടെ. വഹ്ദർഹും, എന്നാൽ നിങ്ങൾ അവരുടെ കാര്യത്തിൽ ജാഗ്രത പുലർത്തുകയും വേണം. എന്തിൽ? അൻ യഫ്തിനൂക അൻ ബഅദി മാ അൻസലല്ലാഹു ഇലൈക, അള്ളാഹു നിങ്ങൾക്കിറക്കി തന്ന കാര്യങ്ങളിൽ അവർ നിങ്ങളെ പിഴപ്പിക്കുന്നതിനെ കുറിച്ച്, അതിനെ ചൊല്ലി. അപ്പോൾ ഫഇൻ തവല്ലൗ, നിങ്ങൾ പിന്നെ വിധി പുറപ്പെടുവിച്ച് അവർ പിന്മാറിയെന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ എത്ര മനസ്സിലാക്കിയാൽ മതി? അന്നമാ യുരീദുല്ലാഹു അൻ യുസീബഹും ബിബഅദി ദുനൂബിഹിം, അവർ ചെയ്ത ഒരുപാട് തെറ്റുകളിൽ നിന്ന് ഒരു തെറ്റിന് അള്ളാഹു പിടിക്കുന്നു എന്ന് കരുതിയാൽ മതി. അതിനുള്ള ശിക്ഷയാണ് അള്ളാഹു നൽകുന്നു എന്ന് കരുതിയാൽ മതി. വഇന്ന കസീറൻ മിനൻ നാസി ലഫാസിഖൂൻ, മറ്റൊരു കാര്യം കൂടിയുണ്ട്, ജനങ്ങളിൽ മിക്ക ആളുകളും തെമ്മാടികളാണ്. ഓക്കെ, അപ്പോൾ വലിയൊരു സംഘം നിങ്ങളെ എതിർക്കുന്നു എന്ന് കരുതി നിങ്ങൾ ഭയപ്പെടേണ്ട, മനഃശാഞ്ചല്യം വരേണ്ട. ഒറ്റ കാര്യമേ ഉള്ളൂ, കാര്യം ആളുകളിൽ മിക്ക ആളുകളും തെമ്മാടികളാണ്. ഖുർആൻ്റെ ഒരു പ്രഖ്യാപനമാണ്, ഒരു പ്രത്യയശാസ്ത്ര പ്രഖ്യാപനമാണത്. ഫഇൻ ഖുൽത, അപ്പോൾ ആദ്യം തന്നെ ലഫ്ലിയായ ചർച്ചയിലേക്ക് സാധാരണഗതിയിലുള്ള പോലെ വഅനിഹ്കും ബൈനഹും എന്നുള്ളത് മഅ്തൂഫുൻ അലാ മാദ, എന്തിൻ്റെ മേലാണ് മഅ്തൂഫ്? വാവ് ആത്തിഫാണല്ലോ. അപ്പോൾ അതിൻ്റെ ശേഷമുള്ള അനിഹ്കും ബൈനഹും എന്ന ജുംല മഅ്തൂഫായിരിക്കണം. അപ്പോൾ അതിൻ്റെ മഅ്തൂഫ് അലൈഹി ആര് എന്നാണ് ചോദ്യം. ഉത്തരം അലൽ കിതാബ്. അൻസൽനാ ഇലൈക്കൽ കിതാബ് എന്ന 48-ാമത്തെ ആയത്തിലെ കിതാബിലേക്കാണ്. ഓക്കെ, കഅന്നഹു കീല, അപ്പം ഇങ്ങനെയായിരിക്കും അതുകൊണ്ട് ഉദ്ദേശിച്ചത്. വ അൻസൽനാ ഇലൈക, അള്ളാഹു നിങ്ങൾക്ക് ഇറക്കി തന്നു അൽ കിതാബ, കിതാബിനെ. പിന്നെയോ വ അൻസൽനാ ഇലൈക, പിന്നെ നിങ്ങൾക്ക് ഇറക്കി തന്നു അനിഹ്കും, നിങ്ങൾ വിലക്കുകൾ നടത്തൂ എന്ന് നിങ്ങൾക്ക് ഇറക്കി തന്നു. അല അന്ന അൻ, അപ്പോൾ ഇവിടുത്തെ അൻ എന്നുള്ളത് അനിഹ്കും എന്ന് പറയില്ലേ, അൻ യഫ് അല അൻ എന്നുള്ളത് അത് വുസിലത്ത് ബിൽ അംബ്രി. ഇവിടെ ഒരു സാധാരണ അത് ഫേലിനോട് ചേരാറാണ്. നമ്മൾ അൽഫിയൽ പഠിച്ചതാണ്. അൻ എന്നുള്ളത് ഫേലിനോട് ചേര്. അൻ യഫ് അല, മാ യഫ് അല, മായും അൽഫേല് അല്ലേ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഇഅ്മാലുൽ മസ്ദറിലൊക്കെ പഠിച്ചതായിരിക്കും. അപ്പോൾ അവിടെ ഫേലിനോട് ചേരും, ഇവിടെ ഫീലിനോട് ചേർന്നു, അംബ്ര എന്ന ഫീലിനോട് ചേർന്നു. കാരണം ലി അന്നഹു, ഈ അംബ്ര ഫേലും കസായിരിൽ അഫ്ആലി, മാലിയെപ്പോലെയും മുസ്തഖ്ബിലിനെ പോലെയും ഒക്കെ ഒരു ഫീൽ തന്നെയല്ലേ. അപ്പോൾ അതിനും വേണമെങ്കിൽ അതിൻ്റെ കൂടെയും അന്ന് ചേരാമല്ലോ എന്ന്. വളരെ സിമ്പിളായ കാര്യം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ കിതാബ് എന്നുള്ളതിലേക്ക് അത്ഫായിട്ട് നമുക്ക് പറയാം. അല്ലെങ്കിൽ വയജൂസ് അയ്യക്കൂന മഅ്തൂഫൻ അല ബിൽ ഹഖ്,
വഅൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹക്കി എന്ന് പറഞ്ഞാൽ ആ ബിൽ ഹക്കി എന്നുള്ളതിലേക്ക് അത്തിഫാക്കിയിട്ട് വേണമെങ്കിൽ അനിഹ്കും ബൈനഹും എന്നുള്ളതിനെ പറയാം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇങ്ങനെ ആയിരിക്കും, അൻസൽനാഹു നിങ്ങൾക്ക് കിതാബിനെ നാം ഇറക്കി തന്നു, ബിൽ ഹക്കി സത്യസന്ധമായി, പിന്നെ എന്തു വഴിയും, വഅനിഹ്കും നിങ്ങൾ വിധികൾ നടത്തൂ എന്ന് പറഞ്ഞിട്ടും കിതാബിനെ ഇറക്കി തന്നു. അങ്ങനെ അർത്ഥം മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞത് അനിഹ്കും ബൈനഹും എന്നുള്ളതിൻ്റെ മഹല്ലിയായ ഇറാബ് എന്ത്? അത് മഅ്തൂഫാണ്. അതിൻ്റെ മഅ്തൂഫ് അലൈഹി ഒന്നുകിൽ കിതാബായിരിക്കും അല്ലെങ്കിൽ ബിൽ ഹക്ക് എന്നായിരിക്കും. അടുത്തത് ഫഹ്ദർഹും അൻ യഫ്തിനൂക അൻ ബഅദി മാ അൻസലല്ലാഹു ഇലൈക. അള്ളാഹു നിങ്ങൾക്ക് ഇറക്കി തന്ന ചില കാര്യങ്ങളിൽ അവർ നിങ്ങളെ വഴിപിഴപ്പിക്കുമോ എന്ന് നിങ്ങൾ ജാഗ്രത പുലർത്തണം. അൻ യുളില്ലൂക അൻഹു വയസ്തസില്ലൂക, നിങ്ങൾ അവർ വഴിപിഴപ്പിക്കുക, നിങ്ങൾ അവർ സല്ല എന്ന് പറഞ്ഞാൽ പിഴപ്പിക്കുക എന്നർത്ഥം. അതിനൊരു പശ്ചാത്തലമുണ്ട്, ആ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കുക. വദാലിക അന്ന കഅബ ബിൻ ഉസൈദ് വ അബ്ദുല്ലാഹി ബിൻ സൂരിയ വ ഷാസ ബിൻ ഖൈസ് മിൻ അഹ്ബാരിൽ യഹൂദ്. യഹൂദികളിലെ നല്ല വിവരവും വിജ്ഞാനവും പരിജ്ഞാനവും ഒക്കെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരായിരുന്നു ഈ 3 പേരും. അവർ പറഞ്ഞു, ഇത് ഹബൂ ബിന ഇല മുഹമ്മദ്, വരും എല്ലാവരും വരും, നമുക്ക് മുഹമ്മദിൻ്റെ അടുത്തേക്ക് പോകാം. എന്തിനല്ല? ഒരു സംശയം ചോദിക്കാനല്ല. അവരുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. നഫ്തിനുഹു അൻ ദീനിഹി, മുഹമ്മദിനെ അവൻ്റെ ദീനിനെ തൊട്ട് പിഴപ്പിക്കാം, ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഒരു വെല്ലുവിളിയുടെ സ്വരത്തിൽ ആളുകളെ വിളിച്ചുകൊണ്ടുപോകാൻ. അങ്ങനെ ഫഖാലു ലഹു, അവർ മുഹമ്മദ് നബിയോട് പറഞ്ഞു, യാ മുഹമ്മദ് ഖദ് അറഫ്ത അന്ന അഹ്ബാറുൽ യഹൂദ്, നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾ യഹൂദികളുടെ പ്രമുഖരാണ്. വ അന്ന ഇനി ഇത്തബഅനാക ഇത്തബഅത്നൽ യഹൂദു കുല്ലുഹും, ഞങ്ങൾ നിന്നെ പിന്തുടർന്നാൽ യഹൂദികൾ മുഴുവൻ ഞങ്ങളെ പിന്തുടരും, അതുവഴി നിനക്ക് നല്ല ഗുണമുണ്ടാവും. വലം യുഖാലിഫൂന, അവർ ഞങ്ങളെ ഒരിക്കലും എതിർക്കൂല യഹൂദികൾ, കാരണം ഞങ്ങളാണ് അവരുടെ മുൻനിരയിൽ നിൽക്കുന്ന ആളുകൾ. അതുകൊണ്ട് അതിപ്പോൾ ഞങ്ങൾ നിന്നെ പിന്തുടർന്നാൽ നിനക്ക് വലിയൊരു കിട്ടലാണ് എന്ന് അവർ പറഞ്ഞു. പക്ഷേ അതിന് തിരിച്ച് ഒരു പ്രത്യുപകാരം വേണം. ഇന്ന ബൈനനാ വ ബൈന ഖൗമിന ഖുസൂമ, ഞങ്ങളും ഞങ്ങളുടെ കൗമിലെ ഒരു വിഭാഗം ആളുകളുമായിട്ട് ചെറിയൊരു തർക്കമുണ്ട്. അതുകൊണ്ട് ഫനതഹാക്കമയിലേക്ക് ഞങ്ങളെല്ലാവരും പാടെ നിൻ്റെ അടുത്തേക്ക് വിധി ചോദിക്കാൻ വേണ്ടി വരും. അതുകൊണ്ട് ഈ വിധിയിലുള്ള കാര്യങ്ങൾ എന്താണ്, അതിൻ്റെ നൈതികത, നീതി, ന്യായം ഒന്നും ശ്രദ്ധിക്കേണ്ട. ഫതഖ്ലീലന അലൈഹിം, അവർക്കെതിരായി ഞങ്ങൾക്ക് അനുകൂലമായി ഒന്ന് വിധിച്ചു തന്നാൽ മതി, ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കൊണ്ട് നിന്നെ പിന്തുടരാം. അപ്പോൾ അതിൻ്റെ ഒരു വലിയ സംഘം നിൻ്റെ കൂടെയുണ്ടാവും. വനഹ്നു നുഅ്മിനു ബിക വനുസദ്ദിഖുക ഫഅബാ ദാലിക റസൂലുള്ളാഹ്. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നീതിയുടെ പര്യായമാണ്, ന്യായത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രം പ്രവർത്തിക്കുന്നയാളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എതിർത്തു, നിഷേധിച്ചു. ഫനസലത്ത്, അങ്ങനെയാണ് ഈ ആയത്ത് ഇറങ്ങുന്നത് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ആയത്തിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കി വെച്ചു. അപ്പോൾ അതിൻ്റെ ബാക്കിയായി അള്ളാഹു പറയുകയാണ്, ഫഇൻ തവല്ലൗ അനിൽ ഹുക്മി ബിമാ അൻസലല്ലാഹു ഇലൈക വ അറാദു ഗൈറഹു. അള്ളാഹു നിങ്ങൾക്ക് ഇറക്കി തന്ന ഒരു ഹുക്മിനെ അവർ അവഗണിച്ച് തള്ളുകയും മറ്റൊരു ഹുക്മ് അവർ താല്പര്യപ്പെടുകയും ചെയ്താൽ റസൂലെ ഭയപ്പെടേണ്ട. ഫഅലം അന്നമാ യുരീദുല്ലാഹു അൻ യുസീബഹും ബിബഅദി ദുനൂബിഹിം, അവരുടെ ഒരുപാട് തെറ്റുകളിൽ ഒരു തെറ്റാണ് അത് എന്ന് മനസ്സിലാക്കിയാൽ മതി. എന്താണ് ആ തെറ്റ്? ബിദംബി തവല്ലി അൻ ഹുക്മില്ലാഹി വി ഇറാദത്തി ഖിലാഫിഹി മൗലി അബി ഇറാദത്തി ഖിലാഫിഹി. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹുക്മിനെ അവഗണിക്കുക എന്ന കുറ്റം, അതല്ലാത്ത ഏറ്റവും ന്യായാർഹമായ ഒരു വിധിയെ മാറ്റി മറ്റൊരു വിധി ആഗ്രഹിക്കുക എന്നുള്ളതാണ് വലിയ തെറ്റ്. അങ്ങനെ ഒരു തെറ്റ് അവർ ചെയ്തു എന്ന് മാത്രം കരുതിയാൽ മതി. ബി ബഅദി ദുനൂബിഹിം, അല്ലേ, ബി ബഅദി ദുനൂബിഹിം എന്നുള്ളത് വെച്ചു മൗലി അദാലിക, ഈ ഒരു തെറ്റിൻ്റെ സ്ഥാനത്ത്. എന്താണ് അവർ ചെയ്യുന്ന തെറ്റ്? അത്തവല്ലി അൻ ഹുക്മില്ലാഹി വ ഇറാദത്തി ഖിലാഫി, അതല്ല ഖുർആൻ പറഞ്ഞത്. ഖുർആൻ പറഞ്ഞത് ബി ബഅദി ദുനൂബിഹിം എന്നാണ്, അല്ലേ. അപ്പോൾ അറാദ അന്നലഹും ദുനൂബൻ ജമ്മത്തൻ കസീറത്തൽ അദദ്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഇതുവഴി അള്ളാഹു, ഒന്ന് ബഅദ് ദുനൂബ് എന്നുള്ളത് വളരെ എളുപ്പത്തിൽ പറയുക, പിന്നെയോ ഇതല്ലാത്ത ഒരുപാട് തെറ്റുകൾ വേറെയും ചെയ്യുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുകയും ചെയ്യുക. അറാദ, അള്ളാഹു ഉദ്ദേശിച്ചു, അന്നലഹു, അവർ ഈ തെറ്റ് ചെയ്തു, എന്ത്, അത്തവല്ലി അൻ ഹുക്മില്ല, അള്ളാഹുവിൻ്റെ ഹുക്മിനെ തൊട്ട് മാറിക്കളഞ്ഞു എന്ന തെറ്റ് ചെയ്തു. അതിൻ്റെ പുറമെ വേറെയും ഒരുപാട് തെറ്റുകൾ അവർ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് എന്ന് സൂചിപ്പിക്കുകയും ചെയ്യാം അതുവഴി. ഈ ദമ്പ്
അത്തവല്ലി അൻ ഹുക്മില്ല എന്ന ദമ്പ് മഅഇളമിഹി, അതത്രയും വലിയതാണ്, ഗുരുതരമാണ്, ഗൗരവമാണ്. അതോടുകൂടെ തന്നെ ബഅ്ലുഹാ വവാഹിദു മിൻഹ, അവർ ചെയ്യുന്ന ഒരുപാട് തെറ്റുകളിൽ ഒന്ന് മാത്രമാണ്. ഓക്കെ. വഹാദൽ ഇബ്ഹാമു, ഈ ഒരു സൂചന ലി തഅലീമി തവല്ലി വ ഇസ്തിസ്റാഫിഹിം ഫി ഇർതികാബിഹി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ ചെയ്ത ആ തെറ്റിൻ്റെ ഗൗരവം കാണിക്കുക എന്നുള്ള ഉദ്ദേശം കൂടിയുണ്ട്. ഇസ്തിസ്റാഫിഹിം ഫി ഇർതികാബി, അവർ ചെയ്യുന്ന ആ തെറ്റിന് ഇസ്റാഫ് അല്ലേ, വല്ലാതെ ചെയ്യുക എന്നുള്ളത് സൂചിപ്പിക്കുക എന്ന ഒരർത്ഥം കൂടിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ബഅ്ല്, ഇനിയൊരു ബഅ്ല് എന്നുള്ള വാക്കിൽ മാത്രം നിലനിൽക്കുന്ന ഒരു ചർച്ചയാണ് പറയുന്നത്. വനഹ്വു അൽ ബഅ്ദു ഫി ഹാദൽ കലാമി മാ ഫി ഖൗലി ലബീദ്, ഇതേപോലെ മറ്റൊരു കവിതയിൽ ലബീദ് ബിൻ റബിയ ഉപയോഗിച്ചിട്ടുണ്ട് ബഅ്ലിനെ. വളരെ ഗൗരവമുള്ള ഒരു കാര്യത്തെ ബഅ്ല് എന്ന വാക്ക് കൊണ്ട് സൂചിപ്പിക്കുക. അത് ആരും ചെയ്തിട്ടുണ്ട്? നമ്മുടെ ലബീദ് എന്നുള്ള മുസ്ലിമാണ്, ലബീദ് ബിൻ റബിയ എന്ന കവി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വലിയൊരു കവിതയുടെ ഭാഗമായിട്ട് അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തെ സ്വയം വിശേഷിപ്പിച്ച് പറയാണ്, ഇന്നി തറാഖു അംകിനത്തിൻ ഇദാലം അർലഹ, എനിക്ക് താല്പര്യമില്ലാത്ത സ്ഥലമാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് ഒഴിവാക്കി പോകും. തറാഖു അംകിനത്തിൻ ഇദാലം അർലഹ, അപ്പോൾ ഞാനൊരു സ്ഥലത്ത് നിന്ന് പോവണമെങ്കിൽ ഒന്നുകിൽ എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഔ യർതബിത് ബഅലൻ നുഫൂസി ഹിമാമുഹ, അല്ലെങ്കിൽ ചില നഫ്സുകളെ ആ നഫ്സിൻ്റെ മരണം വന്ന് പിടികൂടിയിട്ടുണ്ടാവും. ആ ചിലത് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് അയാളെ തന്നെയാണ്. ചില നഫ്സുകൾ എന്ന് പറഞ്ഞാൽ ആ നഫ്സുകളിൽ ഒന്നായ എൻ്റെ മരണം വന്ന് പിടികൂടണം, എന്നാലേ ആ നാട്ടിൽ നിന്ന് ഞാൻ പോവുള്ളൂ. ഈ രണ്ട് കാരണങ്ങളാണ് ഒരു നാട് ഉപേക്ഷിക്കാൻ എനിക്കുള്ളത്. ഒന്നുകിൽ ഞാൻ മരിക്കണം, അല്ലെങ്കിൽ ആ നാട് എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കണം. ഇവിടെ ബഅ്ലൻ നുഫൂസി എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് നഫ്സഹു, അദ്ദേഹത്തിൻ്റെ നഫ്സിനെ തന്നെയാണ്. വഇന്നമാ ഖസദ തഫ്ഖീമ ശഅനിഹാ ബിഹാദൽ ഇബ്ഹാമി, ഇങ്ങനൊരു ബഅ്ലിട്ട് കൊണ്ട് സൂചിപ്പിച്ചതിൻ്റെ അർത്ഥം ആ ഒരു നഫ്സിനെ, അദ്ദേഹത്തിൻ്റെ നഫ്സിനെ ഒന്ന് തഫ്ഖീം ചെയ്യുക, ഒന്ന് വലുതാക്കുക എന്ന അർത്ഥത്തിലാണ്. കഅന്നഹു ഖാല നഫ്സൻ കബീറതൻ, വലിയ ഒരു മനുഷ്യൻ, വലിയ ഒരു ആള് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. വനഫ്സൻ അയ്യ നഫ്സിൻ എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ. അപ്പോൾ ഇനി അവസാനിപ്പിക്കുകയാണ്. ഫകമാ അന്ന തൻകീർ യുഅ്തി മഅന തക്സീർ, ചില സമയങ്ങളിൽ തൻകീർ അല്ലേ, റജുലുൻ എന്നൊക്കെ പറയും ചിലപ്പോൾ അല്ലേ, റജുൽ ഉദാഹരണമാണ്. വെറുതെ തൻകീർ ഇട്ടിട്ട്, അഥവാ ഇലാഫത്തും അല്ല മുഹല്ല ബിൽ അലിഫി വല്ലാമോ അല്ലാതെ വെറും തൻവീന് കൊണ്ട് തൻകീറാക്കി പറയുമ്പോൾ അതിന് ചിലപ്പം തക്സീർ എന്ന അർത്ഥം വരാറുണ്ട്. ഒരുപാട് ആളുകളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കസീറെന്നോ ഒന്നും പറയാറില്ല, മറിച്ച് വെറും എന്തേ ഉണ്ടാവുള്ളൂ, തൻകീർ നെക്കിറാക്കിയിട്ട് പറയാറുണ്ട്. വഹുവ ഫീ മഅനൽ ബാലിയത്തി വകദാലിക ഇദാ സറഹ ബിൽ ബാലി, അതെ. അപ്പോൾ അതിനെന്തുകൂടി അർത്ഥമുണ്ട്? ബാലിയത്ത് എന്ന അർത്ഥമുണ്ട്. അതേപോലെ തന്നെയാണ് ബഅ്ല് എന്ന് സ്വരീഹാക്കി പറഞ്ഞാലും. അപ്പം നെക്കിറയാക്കി പറഞ്ഞാൽ എന്തർത്ഥമാണോ സൂചിപ്പിക്കുന്നത്, അതേപോലെ തന്നെയാണ് ബഅ്ല് എന്ന വാക്കിട്ട് പറഞ്ഞാലും എന്നർത്ഥം അല്ലേ. ആ ഒരു രൂപമാണ് ഇവിടെ നമ്മൾ ബഅ്ലൻ നുഫൂസി എന്നുള്ളിടത്ത് കണ്ടത്. അവിടെ ഇപ്പോൾ ഔയർതബിത്ത് നഫ്സൻ ഹിമാമുഹ എന്ന് പറഞ്ഞാൽ എന്താണോ അർത്ഥം, അതേപോലെ തന്നെയാണ് ഔയർതബിത്ത് ബഅ്ലൻ നുഫൂസി ഹിമാമുഹ എന്ന് പറഞ്ഞാലും. അപ്പോൾ ബഅ്ലിൻ്റേതായ ഒരു ചെറിയ ചർച്ചയാണ് ശേഷിച്ചത്, നിന്നത്. അടുത്തത് ലഫാസിക്കൂൻ എന്നുള്ളതാണ്. അവസാനിപ്പിക്കാം. അൽ മുതമർരിദൂന ഫിൽ കുഫ്രി മുഅ്തദൂന ഫീഹി, അതിക്രമം കാണിക്കുകയും തിമ്മർട്ട് കാണിക്കുകയും ചെയ്യുക സത്യനിഷേധത്തിൻ്റെ കാര്യത്തിൽ. കാരണം അന്ന തവല്ലി അൻ ഹുക്മില്ലാഹി മിന തമറുദിൽ അലീം വൽ ഇഅ്തിദാഇ ഫിൽ കുഫ്രി, സത്യനിഷേധത്തിൽ അതിക്രമം കാണിക്കുന്ന, അങ്ങേയറ്റം കാണിക്കുന്ന ഒരു രീതിയാണ് അള്ളാഹുവിൻ്റെ ഹുക്മിനെ അവഗണിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഖിറാഅത്തുകളൊന്നും വന്നിട്ടില്ല. ലഫ്ലിയായ ചർച്ചകൾ പ്രാധാന്യപൂർവ്വം ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനമായിട്ട് ഈ ആയത്ത് ഇറങ്ങാൻ തന്നെ ഒരു കാരണമുണ്ട്. ഓക്കെ, അയ്യഫ്തിനൂക്ക, അവിടെ അതിനൊരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം, അതിൽ പങ്കെടുത്ത 3 പേര്, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.